ക്രിക്കറ്റ് കളിക്കാരന് ഏറ്റവും ആവശ്യം ഓപ്ഷൻസ് തരാം: ടെക്നിക്കൽ പെർഫെക്ഷൻ, ഗെയിം സെൻസ്, കാൽക്കുലേഷൻ, പെർഫോമൻസ്, വീറും വാശി. ഗെയിം സെൻസ് വീറും വാശിയും സഞ്ജുവിന് വേണം, പക്ഷെ ഗെയിം സെൻസ് കഴിഞ്ഞില്ല. ഗെയിം സെൻസ് ഇല്ലാതെ വീറും വാശി വെച്ചാൽ നടക്കില്ല. സഞ്ജു എന്ന സ്പോർട്സ്മാനിൽ സഞ്ജു കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി: കോമ്പറ്റിറ്റീവ്നെസ്, ഡിസിപ്ലിൻ, സെൽഫ് കോൺഫിഡൻസ്, ഫോക്കസ്, എമോഷണൽ മെച്യൂരിറ്റി, അതോടൊപ്പം തന്നെ വീറും വാശി. സെൽഫ് കോൺഫിഡൻസ്. ക്രിക്കറ്റ് ജീവിതത്തിൽ ഏറ്റവും കടപ്പാട് ആരോടാണ്? രാഹുൽ ദ്രാവിഡ്, ശ്രീശാന്ത്, ബിജു ജോർജ്, സാംസൺ വിശ്വനാഥ്. ആരാണ് ചാരു സാംസൺ വിശ്വനാഥ്? അറിയാം, ഭാഗ്യം അല്ലേ? ആരുടെ ബാറ്റിംഗ് ടെക്നിക്സ് ഫോളോ ചെയ്യാനാണ് ഇഷ്ടം? AB ഡിവിലിയേഴ്സ്, രാഹുൽ ദ്രാവിഡ്, സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിസ് ഗെയിൽ. AB ഡിവിലിയേഴ്സ്. ആരുടെ വിക്കറ്റ് കീപ്പിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം? ധോണി, മാർക്ക് ബൗച്ചർ, കമ്രാൻ അക്മൽ, മൊയിൻ ഖാൻ, കുമാർ സംഗാര. ധോണി. നവംബർ 11 ബർത്ത്ഡേ ആണ് എൻ്റെ. ബർത്ത്ഡേ. ഓഗസ്റ്റ് 22 രാത്രി 11 മണി 11 മിനിറ്റ്. ഞാൻ ഓഗസ്റ്റ് 2013 ഓഗസ്റ്റ് 22 രാത്രി 11 മണി 11 നിമിഷം 11 മിനിറ്റ്. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച സമയം. അത് ശരി. എന്തായിരുന്നു മെസ്സേജ്? ഹായ്. എന്തൊരു വിലപ്പെട്ട ഡേറ്റാന്ന് നോക്ക്. ഇതിൽ ഏറ്റവും തിളക്കമുള്ള നിമിഷങ്ങളെന്ന് സഞ്ജു കരുതുന്നത്: സച്ചിനെ ജിമ്മിൽ വെച്ച് ആദ്യമായി കണ്ട നിമിഷം, ചാരുവിനെ FBയിൽ ആദ്യം കണ്ട നിമിഷം, AB ഡിവിലിയേഴ്സിന്റെ മെയിൻ ഇൻബോക്സിൽ കണ്ട നിമിഷം. സച്ചിൻ ടെണ്ടുൽക്കറിനെ ജിമ്മിൽ കണ്ടതാണ്. പഴംപൊരി വാങ്ങിച്ചില്ല. എങ്ങനെയായിരുന്നു അത് സഞ്ജു? അത് ഞാൻ 18-ാം വയസ്സിൽ മുംബൈ ഇന്ത്യൻസായിട്ട് അടുത്ത ദിവസം കളിയാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത് നേരിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണോ വേണ്ടേ, ഞാൻ ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളിയും ഹർഭജനും വന്ന് രണ്ട് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും നല്ല ജോളിയായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച റൂമിൽ പോയി. എന്നിട്ട് നമ്മൾ ആരാദ്യം വിളിക്കും? അച്ഛനെ വിളിച്ച്, അച്ഛാ താഴെ സച്ചിൻ ടെണ്ടുൽക്കർ. എന്ത് നീ സംസാരിച്ചാൽ പോയി? ഇല്ല അച്ഛാ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പോയി സംസാരിക്കണം. പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ച് ഓടിപ്പോയി താഴെ പോയി, സാർ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷോക്കിങ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നെ മനസ്സിലായി, ഓ ഇവന് വയ്യ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞിട്ട്, കളിയൊക്കെ ഞാൻ കാണുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞു. സാർ എന്തെങ്കിലും സജഷൻ തരാനുണ്ടോ? ഞാൻ ഈ കരിയറാണ് അപ്പോൾ എന്തെങ്കിലും. എന്നിട്ട് പുള്ളി നല്ലൊരു സജഷനൊക്കെ തന്നു. അങ്ങനെയാണ് പരിചയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഒരു 15 സ്കോർ ചെയ്തു മുംബൈ ഇന്ത്യൻസായിട്ട്, പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കളിയാണ്. രാഹുൽ ദ്രാവിഡ് എൻ്റെ കൂടെ ബാറ്റ് ചെയ്യണം, സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്പോണന്റ് ടീമിൽ നിൽക്കണം. അതൊക്കെ ലൈഫിൽ ഞാൻ നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളാണ്.